ഇത് ഞങ്ങള് കഴിഞ്ഞ 2019 മുതൽ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ മൊയ്തീൻ അടക്കമുള്ള ഈ കണ്ണൻ അടക്കമുള്ള ആളുകൾക്ക് വൻ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും 1 ലക്ഷം രൂപ വരെ മൂല്യമുള്ള ഭൂമി 10 ലക്ഷം രൂപയ്ക്ക് വരെ ഇവർ മറിച്ച് ലോൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, ബാങ്കിനകത്ത് വെച്ചിട്ടുള്ള ലോണുകൾ പോലും വീണ്ടും എടുത്ത് ലോൺ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കള്ളപ്പണം ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ടെന്ന് ശ്രീ സുരേഷ് ഗോപി യാത്ര നടത്തിയ സേവ് കരിവന്നൂർ യാത്ര മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം മുമ്പുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോയാണിത്. അതിൽ അയാൾ എന്താണ് പറയുന്നത്? ഇവിടെ ഡീലിങ്സ് നടക്കുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹൈ ക്ലാസുമായിട്ട്, ആ വാക്കാണ് അയാൾ ഉപയോഗിക്കുന്നത്, ഹൈ ക്ലാസുമായിട്ടുള്ള എലൈറ്റ് ക്ലാസുമായിട്ടുള്ള ഡീലിംഗ് നടത്തുകയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഇരവാദങ്ങൾ മുഴക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ CPM തൃശ്ശൂർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരിതാ വിശദീകരണ യോഗങ്ങൾ നടത്തുന്നു, ഇരവാദങ്ങൾ നടത്തുന്നു, അങ്ങനെ ജനങ്ങളെ അങ്ങോട്ട് പ്രബുദ്ധരാക്കാൻ വേണ്ടി നടക്കുന്നു. പക്ഷേ ഈ ഇവരുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇനി ഇവരാര് ഇതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്? ഇത് ഏതോ ഒരു സിനിമയിൽ ഈ കുടുംബം മൊത്തം കള്ളന്മാരാണല്ലോടാ എന്ന് ചോദിക്കുന്നത് പോലെ ഇത് ആരോടാണ് പരാതി പറയേണ്ടത്? ഈ പാർട്ടി ആരാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്? മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകള്, മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ആളുകള് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ജില്ലാ ലെവലിലുള്ള നേതാക്കന്മാരെ ആര് ക്ലിയർ ചെയ്യുന്ന പറയുന്നത്? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കൃത്യമായിട്ട് ഇന്ന് ഈ ശരത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ കൂടി വന്നപ്പോൾ ഇത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണെന്ന്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇതൊരു സ്വാഭാവിക, ആ ഒരു വോയിസിന്റെ ഒരു ടോൺ നിങ്ങൾ നോക്കൂ. പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കൊള്ളയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന CPM മാറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മണി ഹേസ്റ്റായി മാറിയെന്ന്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന, ബാങ്കുകൾ ഉപയോഗിച്ച് പണം കൊള്ള ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇവർ മാറിയിട്ടുണ്ട്.